മലപ്പുറം വഴിക്കടവിൽ മദ്യലഹരിയിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തി നായ്ക്കൻകൂളി വർഗീസാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഹോദരൻ രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, മദ്യലഹരിയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വില്ലനായി മാറുന്നത് ലഹരി തന്നെയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ വിപിൻ. റിജിത്ത്, ഇത് വഴിക്കടവ് നരേക്കാവ് എന്നുള്ള സ്ഥലത്ത് ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സമയത്ത് ബാബു എന്നുള്ള ആളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 52 വയസ്സായിരുന്നു. ബാബുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാജു ആണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയാണ്. ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഏകദേശം ഒരു 100 മീറ്റർ മാത്രമാണ് വ്യത്യാസമുണ്ടായിരുന്നത്. ഇതിൽ മദ്യലഹരിയിൽ രാജു ഈ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തുകയായിരുന്നു. ഈ സമയത്ത് തൽക്ഷണം തന്നെ മരിച്ചു. അതിനുശേഷം ഇയാൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുകയും സ്വന്തം വീട്ടിൽ തന്നെ എത്തി അവിടെ മറഞ്ഞിരിക്കുകയുമായിരുന്നു. വഴിക്കടവ് പോലീസ് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബാബുവിൻ്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ തന്നെ ലഹരി വീണ്ടും ഒരു വില്ലനായിട്ട് മാറുകയാണ്. ഈ രാജു എന്നുള്ള പ്രതിയെ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ഇതിനു മുൻപ് തന്നെ കൊണ്ടുപോയി ചികിത്സയൊക്കെ നൽകിയതാണ്. പക്ഷേ അതിനുശേഷവും മദ്യപാനം ഉണ്ടാവുകയും അതിപ്പോൾ ഒരു ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ, അതും സ്വന്തം അനുജനെ കൊല്ലുന്നതിലേക്ക് വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നു. റിജിത്ത്, ശരി, മദ്യലഹരിയിലാണ് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തിയത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.